ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഗോപകുമാർ. PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാം ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അസമിലെ ഗുവാഹത്തിയിൽ നിർവഹിക്കും. 9,32,00,000-ലധികം കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് 18,640 കോടി രൂപ കൈമാറും. 2 ദിവസത്തെ സന്ദർശനത്തിനായി അസമിലെത്തിയ പ്രധാനമന്ത്രി കോക്രജാറിൽ നിരവധി വികസന പദ്ധതികൾക്ക് അല്പസമയത്തിനകം തുടക്കം കുറിക്കും. ഗുവാഹത്തിയിൽ വൈകുന്നേരം നടക്കുന്ന ചടങ്ങിൽ കോപിലി ജലവൈദ്യുത പദ്ധതി അദ്ദേഹം നാടിന് സമർപ്പിക്കും. സിൽച്ചാറിൽ 24,205 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി നാളെ തുടക്കം കുറിക്കും. തുടർന്ന് പശ്ചിമബംഗാളിലെത്തുന്ന അദ്ദേഹം കൊൽക്കത്തയിൽ 18,680 കോടിയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നിർവഹിക്കും. വിവിധ വിഷയങ്ങളെ ചൊല്ലിയുള്ള പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നും പ്രക്ഷുബ്ധം. 2 തവണ നിർത്തിവച്ച സഭാ നടപടികൾ ഉച്ചതിരിഞ്ഞ് പുനരാരംഭിച്ചു. ഉപധനാഭ്യർത്ഥനകൾ സംബന്ധിച്ച ചർച്ചയ്ക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ മറുപടി നൽകുകയാണ്. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശ സംരക്ഷണ ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ ഇന്ന് സഭയിൽ അവതരിപ്പിച്ചു. 2019 നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ടാണ് പ്രസ്തുത ബിൽ. രാജ്യസഭയിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. രാജ്യത്ത് ഇന്ധന വിതരണത്തിൽ പ്രതിസന്ധിയില്ലെന്ന് കേന്ദ്ര സർക്കാർ. പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, വിമാന ഇന്ധനം എന്നിവയ്ക്ക് രാജ്യത്ത് ക്ഷാമമില്ലെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. റിഫൈനറികൾക്ക് നൽകിയ നിർദ്ദേശത്തിന്റെ ഫലമായി ആഭ്യന്തര LPG ഉൽപ്പാദനം 28% വർദ്ധിപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് ഇന്ധന വിതരണം തടസ്സമില്ലാതെ തുടരുമെന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും അറിയിച്ചു. പെട്രോൾ, ഡീസൽ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ മതിയായ ശേഖരം രാജ്യത്തുണ്ട്. തെറ്റായ പ്രചാരണങ്ങൾ തള്ളിക്കളയണമെന്നും പെട്രോൾ പമ്പുകളിൽ അനാവശ്യമായ തിരക്ക് ഒഴിവാക്കണമെന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അഭ്യർത്ഥിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുകയാണ്. എണ്ണവിലയിലെ വൻ വർധന ആഗോള വിപണിയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷം ആഗോള സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ ശേഷിയുള്ള ദീർഘകാല യുദ്ധമായി മാറിയേക്കാമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇപ്പോഴും തങ്ങളുടെ പക്കലാണെന്നും അമേരിക്കയുമായും ഇസ്രായേലുമായും ബന്ധമുള്ള സാമ്പത്തിക അടിസ്ഥാന സൌകര്യങ്ങളെ ലക്ഷ്യം വയ്ക്കുമെന്നും ഇറാൻ വ്യക്തമാക്കി. ഇറാനെതിരെയുള്ള വ്യോമാക്രമണം അമേരിക്കയും ഇസ്രായേലും ശക്തമാക്കിയതിന് പിന്നാലെ UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം വ്യാപിപ്പിച്ചു. വ്യോമാതിർത്തി ലംഘിച്ചെത്തിയ നിരവധി ഡ്രോണുകളെ വെടിവച്ചിട്ടതായി സൌദി അറേബ്യ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 85%-ലേറെ പോളിംഗ് ഉറപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. ലോകത്തെ തന്നെ ഏറ്റവും മാതൃകാപരമായ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടപ്പാക്കാനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത ജില്ലാ കളക്ടർമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ ഖേൽക്കർ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ മേൽനോട്ടം ഉണ്ടാകണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. അർഹരായ 65,000 കുടുംബങ്ങൾക്കുള്ള മുൻഗണനാ റേഷൻ കാർഡുകളുടെ സംസ്ഥാനതല വിതരണ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഇതോടെ ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇതുവരെ മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം മാറ്റി നൽകിയ ആകെ കാർഡുകളുടെ എണ്ണം 7,16,692 ആയി. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. സെൻസെക്സ് 1,414 പോയിന്റ് നഷ്ടത്തിൽ 74,619-ലും നിഫ്റ്റി 467 പോയിന്റ് ഇടിഞ്ഞ് 23,171-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു. പവന് വില രാവിലെ 1,18,240 രൂപയായിരുന്നത് ഉച്ചയോടെ 1,17,840 ആയി. ഗ്രാമിന് 14,730 രൂപയാണ് വില. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്നും നാളെയും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയർന്നേക്കുമെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ ഉച്ച മുതൽ തിങ്കളാഴ്ച രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. കന്യാകുമാരി തീരത്ത് നാളെ രാവിലെ മുതൽ തിങ്കളാഴ്ച രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.